നമസ്കാരം. രാജ്യത്ത് ഇന്ധനത്തിന് തീ പിടിക്കുകയാണ്. കത്തുന്ന ഇന്ധനവിലയെ തുടർന്ന് ജനജീവിതം താറുമാറായി. സാധാരണക്കാരന് അച്ചാദിൻ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറാൻ നേരം പറഞ്ഞതൊക്കെ വിഴുങ്ങി ഒരു കേന്ദ്ര സർക്കാർ. നോട്ട് നിരോധനവും GSTയും ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസിന്റെ പേരിലുള്ള കൊള്ളയും നടുവൊടിച്ച കേവല ഭാരത പൗരന് മുന്നിൽ 19 സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നവരാണ് തങ്ങൾ എന്ന മേനി പറച്ചിൽ കൊണ്ടാണ് മറുപടി. കേരളത്തിന്റെ കാര്യം പോകട്ടെ, തങ്ങൾ ഭരിക്കുന്ന 19 സംസ്ഥാനങ്ങളിൽ ഒന്നിലെങ്കിലും എണ്ണ കമ്പനികൾക്ക് പാവപ്പെട്ടവനെ പണയം വെക്കാത്ത നിലപാട് ചൂണ്ടിക്കാട്ടാൻ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്നവർക്ക് കഴിയുമോ? സ്കൂട്ടർ ഉരുട്ടിയും കാളവണ്ടിയിൽ കയറി നിന്നും ഒരു കാലത്ത് ഇന്ധനവില വർധനവിനെതിരെ ആക്രോശിച്ചവർ ഇപ്പോൾ എവിടെ? നോട്ട് നിരോധിച്ചപ്പോൾ 1 ലിറ്റർ പെട്രോളിന് ഉടൻ 50 രൂപയിൽ താഴെയാകുമെന്ന് ചാനലുകളിൽ കയറിയിരുന്ന് വീമ്പ് പറഞ്ഞത് മറക്കാം. പെട്രോളിന് വില കൂട്ടുന്നത് കക്കൂസ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ മന്ത്രിയോടും ക്ഷമിക്കാം. ഇന്ധനവില കുറയ്ക്കാൻ ഒന്നും ചെയ്യാതെ ജനം നട്ടം തിരിയുമ്പോൾ മൗനം നടിക്കുന്ന ഭരണാധികാരികളെ ന്യായീകരിക്കാതെ ഇനിയെങ്കിലും ജനങ്ങളോട് തെറ്റേറ്റ് പറയണം. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ: രാജ്യത്ത് ഇന്ധനവില കുത്തനെ ഉയരുമ്പോൾ എണ്ണ കമ്പനികളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാത്തത് എന്തുകൊണ്ട്? ഇന്ധനവിലയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന BJP സർക്കാരിന് കോൺഗ്രസിന്റെ ദുർഗതിയിൽ പാഠം ഉൾക്കൊള്ളാൻ ആകാത്തത് എന്തുകൊണ്ട്? ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കയറി കുടുംബ ബഡ്ജറ്റ് തകരുമ്പോഴും മൗനികളാകുന്ന ഭരണാധികാരികളോട് ജനം എങ്ങനെ പ്രതികരിക്കണം? അശാസ്ത്രീയമായ സമ്പദ്ഘടനയിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നവർക്ക് സാധാരണക്കാരുടെ നടുവൊടിയുന്നത് കാണാനാകുന്നില്ലേ? ഇന്ധന വില വർധനവിനെതിരെ മൻമോഹൻ സിംഗിനെ തെറി പറഞ്ഞവർ ഇപ്പോൾ അതേ നയം തുടരുന്നത് ആരെ സഹായിക്കാൻ? ഇന്ധനം കത്തുമ്പോൾ രാജ്യത്തെ സർക്കാർ എവിടെ? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, ബിജെപിയോടൊപ്പം സഞ്ചരിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ KVS ഹരിദാസ്, CPM നേതാവ് SK സജീഷ്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ CS ഷൈജുമോൻ എന്നിവർ. ശ്രീ KVS ഹരിദാസ്, കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മയുണ്ടാകും, ചില ചിത്രങ്ങൾ താങ്കളുടെ മനസ്സിലേക്കും വരുന്നുണ്ടാകും. ഈ സ്കൂട്ടർ തള്ളി സമരം ചെയ്തവർ, കാളവണ്ടിയിൽ കയറി നിന്ന് സമരത്തെ നയിച്ച നേതാക്കൾ, ഈ ചിത്രം ഇപ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് മുഖത്ത് ആ ചിരി എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണിക്കാൻ ഇപ്പോൾ ഇവിടെ സംവിധാനവുമുണ്ട്. എന്തായാലും അങ്ങനെ സമരം ചെയ്തപ്പോൾ BJPയുടെ നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: രാജ്യത്തിന്റെ വികസനം നടത്തേണ്ടത് പെട്രോളിനും ഡീസലിനും വില കൂട്ടിയല്ല, ഇവിടെ പാവപ്പെട്ടവന് വേണ്ടി പാലവും മറ്റ് കാര്യങ്ങളും നിർമ്മിക്കേണ്ടത് ഈ പെട്രോളിനും ഡീസലിനും വില കൂട്ടി സാധാരണക്കാരന് അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി നടുവൊടിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേതാക്കൾ അന്ന് സമരം നടത്തിയത്. ഇപ്പോൾ ഈ നേതാക്കളുടെ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയപ്പോൾ, നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ 40 രൂപ ആക്കിയില്ലെങ്കിലും വേണ്ട, ജീവിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് ഇന്ധനവില കൊണ്ടുപോകാനാകാത്തത് എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ നയം ഇപ്പോൾ തുടരുകയാണോ? പഴയ നയം മാറ്റിയോ കേന്ദ്ര സർക്കാർ? ലാലെ, ഞാൻ ഒരു കാര്യത്തിൽ എനിക്കും തർക്കമില്ല. പെട്രോളിയം പ്രൈസസിൻ്റെ ആഗോളതലത്തിലുള്ള വില കുറഞ്ഞ സമയത്ത് നികുതി വർദ്ധിപ്പിക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായത്. കാരണങ്ങൾ പലതുണ്ടാവാം അതിന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 തവണ എക്സൈസ് ഡ്യൂട്ടിയിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഗവൺമെൻറ് ആ വില വർധനവ് നിലനിർത്തിയത്. ഇന്നിപ്പോൾ ആഗോള വിപണിയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ആഗോള വിപണിയിലെ വില വർധനവിനനുസരിച്ച് കമ്പോളത്തിൽ വില ഉണ്ടാകാത്ത വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനുള്ള ചുമതല ഈ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായ നികുതി കുറയ്ക്കുന്ന പ്രക്രിയയ്ക്ക് ഈ സർക്കാർ തയ്യാറാവേണ്ടതുണ്ട്. അതിന് തയ്യാറാകും എന്ന് കരുതുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ വരുന്ന നാളുകളിൽ ഇനിയിപ്പോൾ ബഡ്ജറ്റിന് 11 ദിവസമേ ഉള്ളൂ.
ആ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ ബഡ്ജറ്റിൽ പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ നമുക്കൊക്കെ അറിയാം, ആദ്യകാലങ്ങളിലൊക്കെ നികുതി സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും വന്നിരുന്നത് ബഡ്ജറ്റിലൂടെയാണ്. സോപ്പിൻ്റെയും ചീപ്പിൻ്റെയും മൊട്ടുസൂചിയുടെയും വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് തീരുമാനിച്ചിരുന്നത്, എക്സൈസ് ഡ്യൂട്ടിയിലുള്ള വേരിയേഷൻസൊക്കെ വന്നിരുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലി ഇല്ലാതായിട്ട് കുറേ നാളുകളായി. ഗവൺമെൻറ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും മുഖേന തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് നേരത്തെ തന്നെ ചെയ്യാവുന്നതുമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ബഡ്ജറ്റിന് 11 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ വേളയിൽ അതിന് ഗവൺമെന്റ് മുതിരുന്നുണ്ടാവില്ല. ബഡ്ജറ്റിലൂടെ അത്തരത്തിലൊരു തീരുമാനം ഈ ബഡ്ജറ്റിന് ഇനി ഒരു 10-11 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴല്ല ഈ പെട്രോൾ ഡീസൽ വില വർധനവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദിവസേന എന്നോണം ക്രൂഡ് ഓയിൽ വിലക്കനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുകയാണ്. ഇഞ്ചിഞ്ചായാണ് പാവപ്പെട്ടവന്റെ നടുവൊടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ചായിരുന്നു പണ്ട് കൂടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം ചില്ലറ പൈസ വെച്ച് കൂടുമ്പോൾ ഇത് സാധാരണക്കാരൻ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തേക്ക് റൗണ്ടഡ് ഫിഗറിലേക്ക് വന്നപ്പോഴാണ്, അതിനനുസരിച്ച് മറ്റു സാധനങ്ങളുടെ വില കൂടിയപ്പോഴാണ് സാധാരണക്കാരൻ ഇത് ശ്രദ്ധിക്കുന്നത്. അവൻ സ്വയം നിരത്തിലേക്ക് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇത് ബഡ്ജറ്റിലൂടെ കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ താങ്കൾ പ്രത്യാശ വെക്കുന്നതെങ്കിൽ, കഴിഞ്ഞ ബഡ്ജറ്റ് നോക്കുക, അരുൺ ജെയ്റ്റ്ലി ചെയ്തത് ഈ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്ത കാര്യങ്ങൾ പോലും മറച്ചു വെച്ചു. ആ പേജ് ഇപ്പോൾ ഇല്ല ബഡ്ജറ്റിൽ. ഇങ്ങനെ പലർക്കും സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ സാധാരണക്കാരനെ ഇപ്പോൾ സഹായിക്കാൻ പോവുകയാണെന്ന് എന്ത് ഉദാഹരണം വെച്ചാണ് താങ്കൾ പ്രത്യാശിക്കുന്നത്? അല്ല ലാലെ, അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ നമ്മളെന്താ ഉദ്ദേശിച്ചിരുന്ന എണ്ണയുടെ വില കുത്തനെ കുറയുന്നതിൻ്റെ പ്രയോജനം ആർക്കും ലഭിക്കില്ല എന്നൊരു വിലയിരുത്തൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പ്രയോജനം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നും ഗവൺമെൻറ്, അതൊരു രാഷ്ട്രീയമായ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം പലർക്കും. പക്ഷേ മോഡി ഗവൺമെൻറ് എടുത്ത രാഷ്ട്രീയമായ ഒരു നിലപാടാണത്. ശരി, അപ്പോൾ ഒരു കാര്യം തുറന്നു പറയണം ശ്രീ KVS ഹരിദാസ്, ഇതേ ന്യായം തന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗും പറഞ്ഞത്. രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി പലതും ചെയ്യാനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് അതിനെ കാളവണ്ടിയിൽ കയറി കളിയാക്കിയവർ ഇന്നിപ്പോൾ എവിടെ? അതേ നയം തുടരുകയാണോ? അപ്പോൾ അല്ല ലാലെ, ഞാൻ പറഞ്ഞോട്ടെ, അങ്ങോട്ട് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ കാര്യത്തിൽ ഗവൺമെന്റിന് പലതും ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, അതിന്റെ കണക്കുകളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയത് കേന്ദ്രമന്ത്രി പറഞ്ഞു അതാണോ താങ്കൾക്ക് പറയാനുള്ള കണക്ക്? അല്ല, സ്റ്റീപ്പ് ഇൻക്രീസ് വന്നിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ അത് നിയന്ത്രിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വം സാധാരണ നിലയ്ക്ക് ഗവൺമെന്റിനുണ്ട്. ആ ഡ്യൂട്ടി ഗവൺമെന്റ് നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത് ഗവൺമെന്റ് ഇത്രയും വലിയ വർധനവ് വരുത്തുന്നത് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കില്ല എന്ന KVS ഹരിദാസിന്റെ പ്രത്യാശ, BJPയുടെ വക്താക്കൾ ആരും തന്നെ ചർച്ചകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തു പറയുമെന്നുള്ളത് എനിക്കറിയില്ല. പലരെയും ശ്രമിച്ചു ഇന്നത്തെ ചർച്ചയ്ക്കും. ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് BJPയുടെ ഈ നിലപാടിനെ കുറിച്ചുള്ള KVS ഹരിദാസിന്റെ വിശകലനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അല്ലാതെ ശ്രീ KVS ഹരിദാസ് പറഞ്ഞതിനകത്ത് വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. ഇപ്പോൾ ക്രമാതീതമായി ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നു എന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ കഴിയില്ല. കാരണം ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $56.07. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1/3/2012 മാർച്ച് മാസം 1-ാം തീയതി 2012 മാർച്ച് മാസം 1-ാം തീയതി ക്രൂഡ് ഓയിലിൻ്റെ വില $123.61 ആയിരുന്നു. അതേസമയം അതുപോലെ തന്നെ 1/1/2016 2 വർഷം മുമ്പ് ക്രൂഡ് ഓയിലിൻ്റെ വില $28.08 ആയിരുന്നു. അപ്പോൾ $123 നിന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില $56 എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ $123 ഉണ്ടായിരുന്ന ദിവസത്തെ പെട്രോളിൻ്റെ വില 69 രൂപയായിരുന്നു, ഡീസലിൻ്റെ വില 43 രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് $56 വിലയുള്ളപ്പോൾ പെട്രോളിൻ്റെ വില
73 രൂപയും ഡീസലിൻ്റെ വില അതുപോലെ തന്നെ കൂടിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും വെച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടറിയാം, പെട്രോളിൽ നിന്ന് 75 രൂപ 76 പൈസയും ഡീസലിൽ നിന്ന് 67 രൂപ 93 പൈസയുമാണ്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇത് ഒരിക്കലും അത്തരത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വിലയുമായി നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന തുകയേ അല്ല. ഇവിടെ കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾ അവരുടെ എക്സൈസ് നികുതിയായാലും സെൻട്രൽ എക്സൈസ് ആയാലും കസ്റ്റംസിൻ്റെ വകയായിട്ടായാലും അതുപോലെ കേരളത്തിലെ വാറ്റിൻ്റെ അടിസ്ഥാനത്തിലും മേടിക്കുന്ന ടാക്സുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എത്ര ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞാലും അത്രയും തന്നെ ടാക്സ് കൂട്ടിക്കൊണ്ട് സാധാരണക്കാർക്ക് 1% പോലും ആ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത രീതിയിലേക്ക് രണ്ട് സർക്കാരുകളും ചേർന്ന് ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ ലാലിൻ്റെ ഒരു കൗതുകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഇന്നത്തെ വില $56.07. ഇന്നത്തെ $1 ഇന്ത്യൻ റുപ്പിയുമായി വിനിമയം നടത്തിയാൽ ഇന്ത്യൻ റുപ്പിയുമായി വിനിമയം നടത്തിയാൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് മാർക്കറ്റിൽ വരുന്നത് 3578 രൂപയാണ്. അതായത് 3578.95 3579 രൂപയാവും. ഈ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് മിനിമം കിട്ടുന്നത് 73 ലിറ്റർ പെട്രോളാണ്, 36 ലിറ്റർ ഡീസൽ കിട്ടും, 20 ലിറ്റർ ജെറ്റ് അതായത് ഫ്ലൈറ്റിന് ഉപയോഗിക്കുന്ന ഇന്ധനം കിട്ടും, 6 ലിറ്റർ പ്രൊപ്പൈൻ കിട്ടും, അതുപോലെ ബാക്കി 34 ലിറ്റർ അതർ പ്രൊഡക്ട്സ് കിട്ടും. 1500 പ്രോഡക്ട്സ് ഇത്തരത്തിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തന്നെ 150 പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് ഇന്നത്തെ ഇന്ത്യൻ റുപ്പിയിൽ കണക്കാക്കിയാൽ 73 ലിറ്റർ ഡീസലിന് 75.76 രൂപ ഇട്ടാൽ 5530 രൂപയാകും. ഈ ഡീസലിനും പെട്രോളിന് 36 ലിറ്ററാണ്, അതിന് 67.79 രൂപ ഇട്ടാൽ 2400. അതായത് 8000 രൂപയ്ക്ക് ഡീസലും പെട്രോളും മാത്രം ഈ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഇന്ത്യൻ ബാസ്ക്കറ്റിലെ വിലയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ കിട്ടുന്ന ഇന്ത്യൻ കമ്പോളത്തിലെത്തുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. ഒരു ബാരൽ ക്രൂഡ് ഓയിലിൽ നിന്ന് 3579 രൂപയുള്ളപ്പോൾ അതിൽ നിന്നുള്ള പെട്രോളും ഡീസലും മാത്രം വേർതിരിച്ചെടുത്ത് അതിന്റെ ഇന്നത്തെ കമ്പോളത്തിലെ വില വെച്ച് കണക്കാക്കിയാൽ ഇപ്പോൾ ഇത് കോൺഗ്രസ് തിരിച്ചറിയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. പക്ഷേ ഈ ബിജെപി തുടരുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. ഒരിക്കലുമല്ല ലാല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അവിടെ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്തത്. 1/3/2012 $123 വിലയുണ്ടായിരുന്നപ്പോൾ 69 രൂപയ്ക്ക് പെട്രോളും 43 രൂപയ്ക്ക് ഡീസലും കൊടുത്ത മൻമോഹൻ സിംഗിനെ നിങ്ങൾ ഇപ്പോൾ $28 ക്രൂഡ് ഓയിൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് 64 രൂപയ്ക്ക് പെട്രോളും 52 രൂപയ്ക്ക് ഡീസലും കൊടുക്കുന്ന മോദിയുമായി കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാല് അങ്ങനെ പറഞ്ഞാൽ ഈ പറയുന്ന മോദി ഭക്തനാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. എന്നെ കൊണ്ട് അത് പറയിക്കരുത്. അതായത് ഇത് മാത്രം കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇതിനകത്ത് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ടാക്സിനെ കുറിച്ച് നിങ്ങളൊന്ന് കമ്പയർ നോക്കൂ. നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിലേക്കും വരാം, അത് വിടുന്നില്ല, ആ ചർച്ചയിൽ നമുക്ക് എടുക്കാം. ശ്രീ സജീഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെ നയം തന്നെ തുടരുന്നു എന്ന വിമർശനം വരുമ്പോൾ തിരിച്ച് ജ്യോതികുമാറിന് പറയാനുള്ളത് അങ്ങനെയല്ല, വ്യത്യാസം നോക്കൂ, പണ്ട് കൊടുത്ത കണക്കും ഇപ്പോഴത്തെ കണക്കും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണെന്നാണ്. നയത്തിലൊരു വ്യത്യാസമുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ കുത്തനെ ഉയരുന്ന ഈ ഇന്ധന വിലയെ നോക്കി നിൽക്കുന്ന ഒരു സർക്കാരിന്റെ ധൈര്യത്തെ എങ്ങനെ കാണണം എസ് കെ സജീഷ്? അതായത് രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എല്ലാം വില ക്രമാതീതമായി വർദ്ധിക്കാൻ കാരണമായിട്ടുള്ള ഇതിൻ്റെ നിയന്ത്രണം സർക്കാരിൽ നിന്ന് മാറ്റി എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തതിൽ കോൺഗ്രസിന് പങ്കുണ്ട്. പെട്രോളിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശം വിട്ടുകൊടുത്തത് കോൺഗ്രസ് ആണ്. ഡീസലിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശമാണ് ഇപ്പോൾ BJP വിട്ടുകൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അന്ന് ധൈര്യമില്ലായിരുന്നു ഡീസലിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കാൻ. കാരണം തൊഴിലാളികളും മറ്റുമെല്ലാം വലിയ പ്രതിഷേധത്തിലാവുകയും അതിൻ്റെ ഭാഗമായി രാജ്യത്ത് വലിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വരികയും ചെയ്യും എന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അത് ചെയ്യാതിരുന്നത്. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. പക്ഷേ BJP വന്നപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ലോകത്ത് വല്ലാതെ കുറഞ്ഞ സമയത്ത് അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകുന്നു എന്ന ഒരു തോന്നിക്കൽ നടത്തി അല്പം വില കുറച്ചു. ആ വില കുറച്ചതിൻ്റെ മറവിലാണ് ഡീസലിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശം കൂടി വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ തോതിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കാരണമായിട്ടുള്ളത്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 2014 ഏതാണ്ട് $120 ഉണ്ടായിരുന്ന വിലയുടെ പകുതിയായി ഇപ്പോഴത്തെ വില കുറഞ്ഞിരിക്കുന്നു. ആ സമയത്തുള്ളതിനേക്കാൾ 18 രൂപ ഡീസലിനും 25 രൂപയിലധികം പെട്രോളിനും ഇപ്പോൾ കൂടുതലാണ്.
എന്ത് ന്യായീകരണം പറഞ്ഞുകൊണ്ടും ഇതിനെ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഇപ്പോൾ സാധൂകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടതാണ്. വളരെ നമ്മളിപ്പോ പ്രിയപ്പെട്ട KVS എല്ലാം ഇവിടെ വല്ലാതെ പ്രയാസപ്പെടുന്ന കണ്ടു. ഗവൺമെന്റ് തിരുത്തുമെന്നാണ് കരുതുന്നതെന്ന് ഉൾപ്പെടെ അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. തിരുത്തില്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുക എന്നതല്ല ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കടമ. ബജറ്റിലൂടെ തിരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബജറ്റിലൂടെ തിരുത്തിയിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം കോർപ്പറേറ്റുകൾക്ക് നൽകിയ ആനുകൂല്യം 6,11,000 കോടി രൂപയാണ്. ഈ രാജ്യത്തെ 130ഓളം കോടി വരുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് 2,32,000 കോടി രൂപയാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും മാറ്റിവെക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കോർപ്പറേറ്റുകൾ കൊടുക്കുകയാണ്. പിന്നെ വില കുറഞ്ഞതിന്റെ ആനുകൂല്യം കോർപ്പറേറ്റുകൾക്ക് നൽകാൻ വേണ്ടിയാണ്, ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് നികുതി വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഈ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം ഇവർ GDPയുടെയും മറ്റു പല കാര്യങ്ങളുമെല്ലാം പറയും. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ നിലവാരത്തെക്കുറിച്ച് പരിശോധിക്കണമെങ്കിൽ അത് വേൾഡ് ഹങ്കർ ഇൻഡെക്സ് തന്നെ പരിശോധിക്കുന്നതായിരിക്കും നന്നാവുക. ഈ കാലയളവിൽ നരേന്ദ്രമോദി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ കാണേണ്ടതുണ്ട്. താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അതിലേക്ക് കൂടി ഒന്ന് പോയിട്ട് നമുക്ക് ചർച്ചയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരാം. ഈ സംസ്ഥാനത്തിന് വേണമെങ്കിൽ കുറയ്ക്കാലോ, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെയാണ് ഈ കാര്യത്തിൽ എന്നൊരു പ്രചരണവും കൂടി ഉണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് മറുപടി പറയുക? അതായത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമേ അല്ലത്. രാജ്യത്തെ നികുതി ഘടന പരിശോധിച്ചാൽ ആദായ നികുതിയായാലും എക്സൈസ് നികുതിയായാലും കസ്റ്റംസ് നികുതിയായാലും കമ്പനി നികുതിയായാലും ഈ നികുതികളെല്ലാം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ്. കേന്ദ്രം ഈ നികുതിയെല്ലാം കൈകാര്യം ചെയ്യുകയും അതിന്റെ ഒരു വിഹിതം സംസ്ഥാനത്ത് കിട്ടുകയാണ്. സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതം കൊണ്ടാണ് സംസ്ഥാനത്ത് എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത്. സംസ്ഥാനമാണ് എല്ലാ ചെലവുകളും നിർവഹിക്കുന്നത്. കേന്ദ്രത്തിന് ചെലവില്ല. ഇവിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റ് സേവനങ്ങൾ നൽകൽ, ക്രമസമാധാനം തുടങ്ങിയ എല്ലാ മേഖലയെയും നിയന്ത്രിക്കുന്നത് സംസ്ഥാനമാണ്. അപ്പൊ സംസ്ഥാനത്തിന് ഇപ്പൊ 3 ലക്ഷം കോടിയിലധികം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് നികുതിയിലൂടെ കൊള്ളയടിച്ചത്. അതിന്റെ ഒരു വിഹിതം സംസ്ഥാനത്തിന് കിട്ടുകയല്ല. അതിന്റെ ഒരു വിഹിതം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കിട്ടുന്നതിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ രാജ്യത്തെമ്പാടുമുള്ള എല്ലാ സംസ്ഥാനങ്ങളും നികുതി കുറയ്ക്കുന്നുണ്ടോ? നികുതി കുറയ്ക്കാൻ വേണ്ടി കഴിയില്ല. കാരണം രാജ്യമാണ് നികുതി പിരിക്കുന്നത്. അതിന്റെ ഒരു വിഹിതമാണ് സംസ്ഥാനം ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന് കഴിയുന്ന ഒരു കാര്യമല്ലത്. ജ്യോതികുമാർ ഒരു പക്ഷേ വേണമെങ്കിൽ എല്ലാത്തിനും സംസ്ഥാനത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്നല്ല. അതൊരു BJP വാദമാണ്. ആ BJP വാദം എന്തിനാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഒരു പ്രതികരണം കൂടി എടുക്കേണ്ടതുമുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരല്ല ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് സത്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡോക്ടർ ഷൈജു മോൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൃത്യമായി ഒരു സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് അറിയേണ്ട ഒരു ശാസ്ത്രം, ഈ ക്രൂഡ് ഓയിലിന്റെ വില 2 വർഷത്തിന് മുമ്പ് ഉള്ളതിനേക്കാൾ പകുതിയായി കുറഞ്ഞപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് ചരിത്രത്തിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതലായിരിക്കുകയാണ്. ഇതെന്ത് സാമ്പത്തിക ശാസ്ത്രമാണ്? തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസസ് ഓപ്പൺ മാർക്കറ്റിലേക്ക് ഏൽപ്പിച്ചു. നമ്മൾ ഓയിൽ പൂൾ അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് മൂവ് ചെയ്തു. നല്ലൊരു മൂവ് ആയിരുന്നു. അപ്പോൾ ഇപ്പം വന്ന മറ്റൊരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് മെക്കാനിസം വന്നു. ഇപ്പോഴും ഗവൺമെൻറ് കൺട്രോൾഡ് ആണ്, മാർക്കറ്റിലല്ല. ശരിക്കും പറഞ്ഞാൽ ടാക്സ് വെച്ച് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം നോക്കൂ, നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞ് ക്രാക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ ക്രാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 33 രൂപ 14 പൈസയാണ്. ഞാൻ പറയുന്നത് ജാനുവരി 17, 2018 വിലയാണ്. 33 രൂപ 14 പൈസയ്ക്കാണ് ഈ ഓയിൽ കമ്പനികളിൽ നിന്ന് 1 ലിറ്റർ പെട്രോളും. ഡീസലിൻ്റെ വില 35 രൂപയാണ്. ഡീസലിൻ്റെ വില അവിടെ കൂടുതലാണ് പെട്രോളിനേക്കാളും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് ഡ്യൂട്ടി ഇന്നത്തെ നിലയ്ക്ക് ഇതിൻ്റെ കൂടി 19 രൂപ 48 പൈസയാണ് പെർ ലിറ്റർ പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി. അതിൽ ഡീസലിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 15 രൂപ 33 പൈസ. ഇനി ഇത് കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പുകളുടെ കമ്മീഷൻ 3 രൂപ 51 പൈസയാണ് പെർ ലിറ്റർ പെട്രോളിന്. അത് ഡീസലിനാണെങ്കിൽ 2 രൂപ 53 പൈസയാണ്. മൊത്തത്തോടെയുള്ള വാറ്റ് ചുമത്തുന്നത് സ്റ്റേറ്റിന് കിട്ടുമ്പോൾ ആ പെട്രോൾ കമ്മീഷൻ ഡീലർമാരിലെത്തി സ്റ്റേറ്റിൽ കിട്ടുമ്പോൾ 56 രൂപ 21 പൈസയാണ് പെട്രോളിൻ്റെ വില. അതിൽ സ്റ്റേറ്റിൻ്റെ വാറ്റ് എന്ന് പറയുന്നത് 15 രൂപ 18 പൈസയാണ് 1 ലിറ്റർ പെട്രോളിന്. ഡീസലിനാണെങ്കിൽ 9 രൂപ 15 പൈസയാണ്. അപ്പോൾ നോക്കൂ,
സെൻട്രൽ ഗവൺമെന്റ് 19 രൂപ 48 പൈസയും പെട്രോളിന്റെ കാര്യം മാത്രം എടുത്താൽ 19 രൂപ 48 പൈസയും സ്റ്റേറ്റ് ഗവൺമെന്റ് 15 രൂപ 18 പൈസയും ചുമത്തുന്നു. എന്റെ ചോദ്യം ഇതല്ല ശ്രീ ഷൈജുമോൻ, അതായത് ഈ കണക്കുകളിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു ഘട്ടമുണ്ടല്ലോ, ഈ 33 രൂപ ആയ ഒരു ഘട്ടമുണ്ടല്ലോ, ആ 33 രൂപ ആകുന്നതിന് ആ ക്രൂഡ് ഓയിലിന് 56 രൂപ 56.07 ആണ് ഇന്നത്തെ നിരക്ക് ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് എന്നുള്ളതാണ്. ഇത് 112 ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, 100-ന് മുകളിലേക്ക് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത്രയും ആയപ്പോൾ ഈ പൈസ ഇങ്ങനെ ഓരോ ലിറ്ററിന് കൂടുന്നത് ഒരു സർക്കാർ നോക്കി നിൽക്കുമ്പോഴാണ്, കേന്ദ്ര സർക്കാർ നോക്കി നിൽക്കുമ്പോഴാണ് എന്നുള്ളതിന് ഒരു ഉത്തരമില്ലേ? അത് സംസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഫെഡറൽ സംവിധാനത്തിന്റെ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് വിഹിതം കിട്ടുന്നതിലേക്ക് ചർച്ച പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും വലിയ റോൾ പ്ലേ ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ഇതിൽ കൂടാനുണ്ടായ കാര്യം 2014-15 2015-16 നമ്മുടെ ധനകാര്യ കമ്മി വളരെയേറെ കൂടുതലായിരുന്നു, കടം വളരെയേറെ പെരുകി. ഇതിനെ മാറ്റിമറിക്കാനായിട്ട്, അതിനെ കടം കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് എടുത്ത ഒരു ഉപാധിയാണ് ഈ പെട്രോളിന്റെ പ്രൈസസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുറച്ചിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കാതെ ടാക്സസ് അതേ ലെവലിൽ നിലനിർത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 19 പ്രാവശ്യം ടാക്സസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഹയർ ആക്കി വെച്ച് ഓരോ വർഷവും ഏകദേശം 3 ലക്ഷം കോടിയോളം രൂപ വെച്ച് ഗവൺമെന്റ് റവന്യൂ ആയിട്ട് വന്നു സെൻട്രൽ ഗവൺമെന്റ്. ഈ 3 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, മൊത്തം സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 22 ലക്ഷം കോടി രൂപയാണ്. അതിൽ 3 ലക്ഷം കോടി രൂപയും കണ്ടെത്തിയത് ഇതുപോലുള്ള മാർഗത്തിലൂടെ, ഈ ഒരു മാർഗത്തിലൂടെ. ഇത് 2 വർഷം നമ്മൾ ചെയ്തത് അംഗീകരിച്ചു. ഞാൻ ഒരു സാമ്പത്തിക വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു, കാരണം അന്ന് നമ്മൾ വളരെയേറെ ക്രൈസിസിലായിരുന്നു. പക്ഷേ 2016-17 17-18 ജനുവരിയിൽ എത്തുമ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തമായൊരു സമ്പദ് വ്യവസ്ഥയാണ്. $3 ട്രില്യൺ നാഷണൽ ഇൻകത്തിലേക്ക് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. സർവീസസ് സെക്ടർ ഏറ്റവും വലിയ ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞു. ടാക്സ് മൊബിലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തും ഈ ജനങ്ങളെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നതും അടിസ്ഥാന മേഖലയെ മുഴുവനായിട്ട് അഫക്റ്റ് ചെയ്യുന്നതും പ്രൈസസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടാൻ ഉതകുന്നതുമായ ഈ ഒരു സംഗതി കുറച്ചു കൊടുക്കാത്തത് വളരെ വളരെ ചിന്തോതിമായ കാര്യമാണ്. ഈ കാര്യത്തിലാണ് ജനങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ഒരു ദിവസം കണക്ക് തെറ്റിയാൽ ഒരു സാധാരണക്കാരന് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല. ഒരു ദിവസത്തെ കച്ചവടം ഇല്ലാതായാൽ, ഒരു ദിവസത്തെ ഓട്ടോറിക്ഷ ഓടാതായാൽ ഡ്രൈവർക്ക് കിട്ടാതെ പോകുന്ന വരുമാനം എന്ന് പറയുന്നത്, ഈ കോർപ്പറേറ്റുകൾക്ക് 10 ദിവസം കൂടി ഈ പറയുന്ന രീതിയിൽ ഇന്ധന കമ്പനികൾക്ക് 10 ദിവസം കൂടി കഴിഞ്ഞ് ബഡ്ജറ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന നേട്ടമെന്നൊക്കെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. ഓരോ ദിവസവും ഉണ്ടാകുന്ന നഷ്ടവും അതിൻ്റെ പുറത്തുണ്ടാകുന്ന കടവും സാധാരണക്കാരന് ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്തതാണ്. അവിടെ എന്തുകൊണ്ടാണ് സർക്കാർ നോക്കി നിൽക്കുന്നത് എന്നുള്ളതിനാണ് ഉത്തരം വേണ്ടത്. അത് 15 ലക്ഷം ഓരോ ബാങ്കിൽ ഇടുന്നതിൻ്റെ പഴയ കഥ ഓർമ്മിപ്പിക്കുകയല്ല. പക്ഷെ കിട്ടാക്കടം തിരിച്ചു പിടിച്ചാൽ പല കോർപ്പറേറ്റുകൾക്കും ഇപ്പോഴും തിരിച്ച് ബാങ്കിലേക്ക് കൊടുക്കാനുള്ള ആ പണം തിരിച്ചു കൊടുത്താൽ പോലും ഒരുപക്ഷെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പെട്രോൾ വില ഇങ്ങനെ ക്രൂഡ് ഓയിൽ വില താഴ്ന്നു നിൽക്കുമ്പോൾ വർദ്ധിപ്പിച്ച് ഇപ്പോൾ കേന്ദ്രം പോക്കറ്റിലാക്കുന്നത്. അത് പിന്നീട് സംസ്ഥാനത്തിന്റെ പേരിലേക്കാക്കി രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ശ്രീ KVS പോലുള്ളവർ? ലാലേ, ഞാൻ വരാം. ഇപ്പോൾ ഷൈജുമോൻ പറഞ്ഞതിൽ നിന്ന് തന്നെ ഏതാണ്ട് വസ്തുതകൾ വ്യക്തമായി. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു രാജ്യത്തിന് 14-15 വർഷത്തിൽ. അത് പരിഹരിക്കാൻ വേണ്ടി നികുതി വർദ്ധിപ്പിച്ചു. അത് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. കാരണം അതില്ലാതെ പറ്റുമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഞാനൊന്ന് ഇടപെട്ട് പോവാം ശ്രീ KVS ഹരിദാസ്. അതിന് തൊട്ടുമുമ്പുള്ള ഒരു വർഷത്തിലാണല്ലോ ഈ നരേന്ദ്രമോദി രാജ്യം മുഴുവൻ കറങ്ങി നടന്ന് കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ നയം തുടർന്നപ്പോൾ അവർ ചെയ്തിരുന്നത് അന്ന് ശരിയാണ്, രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഷൈജുമോന്റെ ആ ശാസ്ത്രവും താങ്കൾ അംഗീകരിക്കുമോ? അല്ല ലാലെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ലാലിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞത് വസ്തുതകളാണ്. അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എക്കണോമിക് സിറ്റുവേഷനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ 2 വർഷം കൊണ്ട് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ഈ ഗവൺമെൻറ്റിനായി. ഒന്ന്. രണ്ടാമത്തേത്, അതിനുശേഷം നമ്മളിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, നമ്മൾ 3 ട്രില്യൺ വരുന്ന ഒരു എക്കണോമിയെക്കുറിച്ചാണ് ഇന്ന് ഇന്ത്യ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ ഇന്ത്യൻ എക്കണോമി എത്രത്തോളം സുശക്തമായ നിലയിലാണ് എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ്. 2 കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഗുണം ആർക്കുമില്ല.
ഗുണമുള്ളത് ഒരു കൂട്ടർക്ക് മാത്രമാണ്. അതാണ് ലാലെ അവിടെയാണ് തെറ്റ്. ലാലിന്റെ കണക്കുകൂട്ടലിലാണ് തെറ്റ്, ആ അസസ്മെന്റ് ആണ് തെറ്റ്. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ കോർപ്പറേറ്റുകൾക്ക് വലിയ വാരിക്കോരി കൊടുത്തു ബഡ്ജറ്റിൽ എന്നുള്ള ആക്ഷേപമുണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണാതെ പോയിക്കൂടാ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടുള്ള അതുപോലെ തന്നെ പ്രോ ഡെവലപ്മെൻറ്റ് സ്കീംസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ പണം ചെലവഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് ആ വസ്തുതകൾ പറയാതെ മുന്നോട്ട് പോകാനും പറ്റൂല. ഒരേ ഒരു ഉദാഹരണം ഞാൻ മാത്രം സൂചിപ്പിക്കാം. ബിലോ പോവർട്ടി ലൈനിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് LPG കണക്ഷൻ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. 5 കോടി ആൾക്കാർക്ക് കൊടുക്കാനായിരുന്നു സ്കീം. 3 കോടി ചെല്ലാനും പേർക്ക് അത് കൊടുത്തു കഴിഞ്ഞു. ശരിയാണ്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വരെ തുടങ്ങാനുള്ള പരിപാടികൾ വരെ ആരംഭിച്ചു. ഇപ്പോൾ ബാങ്കിനകത്ത് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പിഴ അടയ്ക്കേണ്ടി വന്നതും കണക്കിൽപ്പെടുത്തേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം. ഈ ഘട്ടത്തിൽ ശ്രീ SK സജീഷ് ഒന്ന് ഇടപെടാം. അത് കേട്ടിട്ട് ഞാൻ വരാം. അതായത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചാണ്, 2 കാര്യം പറയാൻ അനുവദിക്കണം. ഒന്ന്, ഈ ലോകത്ത് ദാരിദ്ര്യം പരിശോധിക്കുന്ന ഇൻഡെക്സിനകത്ത് ഇന്ത്യ 100ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ നരേന്ദ്രമോദിയുടെ കാലത്ത്. അതിന്റെ താഴെയാണ്, അതിന്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയെക്കാളും പുറകെ പോയിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ. ഇത് പറയാൻ വേണ്ടി കഴിയണം. ഒന്നത്, പെട്രോളിയം കമ്പനികൾ ലാഭത്തിലാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ ശ്രീ KVS, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഇടപെട്ടതുകൊണ്ട് എനിക്കൊരു അവസരം തന്നതാണ്. അതായത് ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ വലിയ ലാഭത്തിലാണ്. കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കുന്നത് 20,000 കോടി രൂപയ്ക്കടുത്ത് IOC ലാഭത്തിലാണ്. എല്ലാ പെട്രോളിയം കമ്പനികളും ലാഭത്തിലാണ്. ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിന്റെ ഇതുവരെയുള്ള ക്വാർട്ടറുകൾ എടുത്ത് പരിശോധിച്ചാലും വലിയ ലാഭത്തിൽ, കഴിഞ്ഞ വർഷത്തിനേക്കാൾ ലാഭത്തിലാണ് ഈ സാമ്പത്തിക വർഷവും പെട്രോളിയം കമ്പനികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാഭം കുന്നുകൂട്ടുകയാണ്. ആ ലാഭം ആർക്കാണ് കുന്നുകൂടുന്നത് എന്നതാണ് SK സജീഷ് പറയുന്നത്. ശ്രീ KVS പറഞ്ഞതുപോലെ പാവപ്പെട്ടവനല്ല ഇതിന്റെ ഗുണം. ശ്രീ KVS, ജ്യോതികുമാറിന് കൂടി ഒരു മറുപടി താങ്കൾ കൊടുക്കുക. അതായത് ജ്യോതികുമാർ നേരത്തെ സംശയിച്ചത് ഈ സംസ്ഥാന സർക്കാർ കണ്ടില്ലേ ഈ കൂട്ടിവെച്ചിരിക്കുന്നത് കേന്ദ്രം മാത്രമല്ല എന്നാണ്. താങ്കൾ പിന്തുണയ്ക്കുന്ന BJPയുടെ കയ്യിൽ 19 സംസ്ഥാനങ്ങളുണ്ടല്ലോ സാർ. ആ 19 സംസ്ഥാനവും എന്തുകൊണ്ടാണ് അതിൽ ഒന്നുപോലും ഇത് കുറയ്ക്കാത്തതെന്ന് ശ്രീ ജ്യോതികുമാറിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ ശ്രീ KVS. ലാലെ, ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും അധികം ടാക്സ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചുമത്തുന്ന സ്റ്റേറ്റുകൾ മഹാരാഷ്ട്ര, ആന്ധ്ര, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ, ആസാം, ഇത്രയും സ്റ്റേറ്റുകളാണ്. അതിൽ കേരളം 6ാം സ്ഥാനത്താണ്. 19% കേന്ദ്രം ടാക്സ് ചുമത്തുമ്പോൾ 15% ചുമത്തുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മളത് കാണാതെ പോയിക്കൂടാ. അതാണ് ഇപ്പോൾ ജ്യോതികുമാറും പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ നികുതി ചുമത്തുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ ഈ BJPയുടെ ആ വാദത്തിന് ശക്തി പകരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണോ KVS താങ്കളെ കോട്ട് ചെയ്യുന്നത് കൊണ്ട് ചോദിക്കുകയാണ്? അതാണോ താങ്കളും പറഞ്ഞത്? അല്ല, ഇതിപ്പോ എന്നെ കോട്ട് ചെയ്തോ വസ്തുതകൾ ആര് പറഞ്ഞാലും വസ്തുതകളായിട്ടേ വരൂ ശ്രീ ലാലെ. അത് ലാല് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും KVS പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞാലും വസ്തുതകളാവും. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇവിടെ ശ്രീ KVS പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം 3 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു, 5 കോടിയാണ് ടാർഗറ്റ്, 3 കഴിഞ്ഞു എന്നൊക്കെ. അതൊരു ശുദ്ധ തട്ടിപ്പാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് എനിക്കിത് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. നേരത്തെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന സാധനം തന്നെ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ കൊടുക്കാൻ തീരുമാനിച്ച കാര്യത്തെ പുതിയ മുറയിലാക്കി. അതായത് ഞങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. അവിടെ എന്താ വസ്തുത എന്നറിയാമോ? 1600 രൂപയാണ് ഒരു ഡൊമസ്റ്റിക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് നമ്മൾ ഡെപ്പോസിറ്റായി കൊടുക്കേണ്ടത്. ആ 1600 രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ട എന്നത് മാത്രമാണ് അവർക്ക് കിട്ടുന്ന കിഴിവ്. അതിനപ്പുറമായി അവർക്ക് ഒരു 100 രൂപയുടെ ഒരു ഗ്യാസിന് ട്യൂബ് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ് പാവപ്പെട്ടവർക്കുള്ള പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അവർക്ക് പൈസ ഇല്ലേ, തൽക്കാലം ഡെപ്പോസിറ്റ്, അത് എന്നാലും തിരിച്ചു കിട്ടുന്ന പൈസയാണ്. അതാണ് അവിടുത്തെ അവരെ സംബന്ധിച്ച് ചില വലിയ സംഭവമായിരിക്കും. 1. 2, DYFIയുടെ നേതാവ് പറഞ്ഞത്
സംസ്ഥാന സർക്കാർ ഇവിടെ ടാക്സ് ഒന്നും മേടിക്കുന്നില്ല, ഇതെല്ലാം മറ്റു വലിയ സാധനമാണ്, സംഭവമാണ്, ശരിയാണെന്നൊക്കെയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം. ഇതിനകത്ത് ഞാൻ BJP യെ അനുകൂലിച്ചോ അല്ലെങ്കിൽ പിന്നെ CPM-നെതിരായിട്ടോ പറയല്ല. എന്തുകൊണ്ടാണ് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും തമ്മിൽ കേന്ദ്രത്തിൽ ഇപ്പോൾ തർക്കം നടക്കുന്നത്? കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നൊരു വിഭാഗവും കോൺഗ്രസിനെ പിന്തുണയ്ക്കണം. ജ്യോതികുമാർ, ഈ ചർച്ചയ്ക്കിടയിലേക്ക് അങ്ങനത്തെ രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവരുന്നില്ല. അത് ചർച്ച ചെയ്യാൻ നമുക്ക് പ്രത്യേക വേദി എടുക്കാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇത് മാത്രമാണ്. ഒരു കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇന്ധനത്തിന്റെ വിലവർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടപെടാനാകുക. അത് ആർക്കാണ് അതിന് വില നിയന്ത്രണത്തിനുള്ള അധികാൻ പറ്റുന്നത്? കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾക്കും വില ചാർത്തുമ്പോൾ അതിന്റെ ഗുണം ഇൻഡയറക്റ്റായി മഹാരാഷ്ട്രയ്ക്ക് ഇത്ര ശതമാനം, അതിൽ കൂടുതൽ ദൂരമുള്ള തമിഴ്നാട്ടിന് വേറൊരു ശതമാനം, ഏറ്റവും അടിയിലുള്ള കേരളത്തിന് അത്രയും ദൂരത്തിലേക്ക് എത്തുന്നത് കൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള മറ്റൊരു നികുതി തീരുമാനം. ഇത് ഫെഡറൽ രീതിയാണ്. ഇതിന് മാറ്റങ്ങൾ വന്നപ്പോഴാണ് GST വന്നപ്പോഴുണ്ടായ മാറ്റത്തിന്റെ പേരിലുള്ള തർക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ നടക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം കിട്ടുന്നു എന്നത് ആണ് മുന്നിലേക്ക് വരേണ്ടത് എന്ന രീതിയിൽ താങ്കൾ പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു രാഷ്ട്രീയമല്ലേ? അതല്ലല്ലോ ഏറ്റവും ആദ്യം ഇടപെടേണ്ടത് ആരാണ് സാർ? അല്ല ലാലെ, ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയാം. ലാല് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സനീഷ് പറഞ്ഞല്ലോ ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് കേന്ദ്രം തീരുമാനിച്ച് ഇങ്ങോട്ട് തരികയാണെന്ന്. ഞാൻ പറയുന്നത് പെട്രോളിയം പ്ലാനിംഗ് അനാലിസിസ് സെൽ എന്ന് പറയുന്ന PPAC സെല്ലിൻ്റെ ഒരു സൈറ്റിലേക്ക് ലാലൊന്ന് കയറണം. അത് കേന്ദ്ര പെട്രോളിയം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സൈറ്റാണ്, ഔദ്യോഗിക സൈറ്റാണ്, ഗവൺമെൻറ് സൈറ്റാണ്. അതിനകത്ത് ഓരോ സർക്കാരുകൾക്കും ഓരോ സംസ്ഥാനത്തിനും കൊടുത്തിരിക്കുന്ന സെയിൽസ് ടാക്സ് അഥവാ വാറ്റിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ശ്രീ KVS ഹരിദാസ് പറഞ്ഞത് 6ാം സ്ഥാനമാണ് കേരള സംസ്ഥാനത്തിന് പെട്രോളിന് നമ്മൾ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 35.65%, ഡീസലിന് ചുമത്തുന്നത് 17.10% ടാക്സ് ചുമത്തുന്നത്. അത് നമ്മുടെ സംസ്ഥാനം അപ്പോൾ പറയും ദൂരെ കൂടുതലാണ്. ഞാൻ തിരിച്ചൊന്ന് പറയാം, പോണ്ടിച്ചേരിയിൽ പെട്രോളിന് 21% ഉള്ളൂ, കേരളത്തിന് 36 ഉള്ളപ്പോൾ തിരിച്ച് ഡീസലിന് 17% അത്ര ചെലവുമുള്ളൂ സാർ. ആ സംസ്ഥാനത്തിന് അത്ര ചെലവുമുള്ളൂ. ഡോക്ടർ ഷൈജു മോൻ, നികുതി പിരിക്കുക എന്നുള്ളത് ഒരു സർക്കാർ ചെയ്യുന്ന കുറ്റകൃത്യമൊന്നുമല്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങളെ അറിഞ്ഞു വേണം അത് ചെയ്യാനെന്നുള്ളത് മാത്രമാണ്. അത് ആ നികുതി കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളം ഈ നികുതിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു വിഹിതം എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനെ ചൂണ്ടിക്കാട്ടി അത് കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ പോലും ഒന്ന് ആലോചിച്ചു, എത്ര കാലം അങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഒന്ന് കേന്ദ്രത്തിന് മാത്രം ഈ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, അതൊരിക്കലും കേരളം അതിൻ്റെ നേട്ടം അനുഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം സാമ്പത്തികമായി ന്യായീകരിക്കാൻ പറ്റുന്ന വാദമാണ്? കേരളത്തിന് അങ്ങനെയാണെങ്കിൽ കേന്ദ്രം മറ്റു രീതികളിലൂടെ വിഹിതം കൊടുക്കുമോ? കേന്ദ്രത്തിനൊരു കടമയില്ലേ അങ്ങനെയാണെങ്കിൽ കേരളത്തെ രക്ഷിക്കാൻ? കേരളം കുറയ്ക്കാം, ഇത് എടുക്കില്ല, ഇതിന്റെ വിഹിതം എടുക്കില്ല എന്ന് കേന്ദ്രം ഒരു ഉറപ്പ് കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പകരം ഇതാണ് വഴിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു രാഷ്ട്രീയത്തിൻ്റെ ബേസിലല്ല ഇതിൻ്റെ റേറ്റ് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്, റേറ്റ് എത്രയെന്ന് പറയുന്നതും. കേരള സംസ്ഥാനത്തിനെ നോക്കൂ, ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. കൺസംഷൻ, ഉപഭോഗം മാത്രമുള്ള സംസ്ഥാനമാണ്, ഉൽപ്പാദന മേഖല ഒന്നുമില്ല. അപ്പോൾ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാനം ഏതെങ്കിലും 2 സോഴ്സസിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ 3 സോഴ്സസ് ഉണ്ട്. ഒന്ന് പെട്രോളിയത്തിൽ നിന്ന് വരുന്ന നികുതി, രണ്ടാമതെന്ന് പറയുന്നത് ലിക്കർ പോലുള്ള സംഗതികളിൽ നിന്ന് വരുന്ന നികുതി, 3 ലോട്ടറിയിൽ നിന്ന് വരുന്ന നികുതി. ഇതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നികുതി സോഴ്സ് ഇല്ല. പക്ഷേ ചിലവാണെങ്കിലോ ഒരുപാട് ഡെവലപ്മെൻറ്റൽ എഫേർട്ട് എടുക്കുന്ന സ്റ്റേറ്റാണിത്. അത് ഏത് ഗവൺമെൻറ് വന്നാലും ഒരുപാട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സ്റ്റേറ്റാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് 75%, അതായത് സാലറിയും പെൻഷനും ഒക്കെ ആയിട്ടുള്ള കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് വരുമാനം ഉണ്ടായാലേ മതിയാവും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് പെട്ടെന്ന് കുറയ്ക്കുക എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് ഒരു നല്ലൊരു സജഷൻ അല്ല, പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് കമ്മീഷൻ വഴിയുള്ള സംഗതികൾ കൂട്ടി എന്ന് പറയുന്നു. പക്ഷേ കൂട്ടുമ്പോഴും അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എമൗണ്ട് കൂടിയിട്ടുണ്ട് സ്റ്റേറ്റിന് കിട്ടുന്നത്. സ്റ്റേറ്റിന് പെട്രോളിൽ നിന്ന് വരുന്ന വരുമാനം വെറും 3000 കോടി രൂപയാണ് വർഷം തോറും. അതേസമയം ഗുജറാത്ത് പോലുള്ള സ്റ്റേറ്റുകൾക്ക് 13,000 കോടി രൂപയാണ്, മഹാരാഷ്ട്രയ്ക്ക് 16,000 കോടി രൂപയാണ് വരുന്നത്. കാരണം അത് വലിയ സ്റ്റേറ്റാണ്, സെയിൽസ് കൂടുതലാണ്, വരുമാനം കൂടുതലാണ്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഉള്ള സോഴ്സിൽ നിന്ന് കൂടുതൽ കിട്ടുക, ആ സോഴ്സിൽ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഫൈനാൻസ് കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ബേസ് ആയിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. ഒന്ന്, ഡെവലപ്മെൻറ്റൽ എഫേർട്ട്.
പോപ്പുലേഷൻ, പോവർട്ടി, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയയിൽ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കൂടുതലായിട്ട് എമൗണ്ട് അനുവദിക്കുന്നത്. പക്ഷേ കേരളത്തെ പോലുള്ള സ്റ്റേറ്റുകൾക്ക് അതിലും കൂടുതലായിട്ട് വരുമാനം കിട്ടാനായിട്ടുള്ള വഴികളില്ല. അതുകൊണ്ട് ഉള്ള വരുമാനം പെട്ടെന്ന് കുറയ്ക്കാൻ കേരളത്തിന് വളരെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന് ഒരുപാട് ചെലവുകളുണ്ട്, ടാക്സ് ചെയ്യാൻ വേണം. പക്ഷെ ഞാൻ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പം വളരെ നല്ല രീതിയിലാണ്. എനിക്ക് മനസ്സിലാവാത്തത് താങ്കളോടാണ് ചോദ്യം. അതായത് ഈ കാര്യത്തിൽ കേരളത്തോടൊരു ശത്രുതാ മനോഭാവമുണ്ടോ? കേരളം കുറച്ചു കാണിക്കൂ, ഇത് ഞങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും, കേരളത്തെ പാഠം പഠിപ്പിക്കാനാണ്, എന്നാലും കേരളം അതിന്റെ നികുതി എടുക്കാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദം നടത്തുന്നത് പോലെ. ഇതാ ഇവിടെ ഡോക്ടർ ഷൈജുമോനെ താങ്കൾ നേരത്തെ കോട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഡോക്ടർ ഷൈജുമോനെ തന്നെ വീണ്ടും കോട്ട് ചെയ്ത് അങ്ങയുടെ മുമ്പിൽ വെക്കുകയാണ്. കേരളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇവിടെ ആരോഗ്യരംഗത്ത്, ഇവിടെ ശിശു വേല ചെയ്യിക്കാതിരിക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് ഇൻഡെക്സിൽ കേരളം മുന്നിലാണ്. അങ്ങനെ നിൽക്കുന്ന കേരളത്തിന് ദാരിദ്ര്യമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല വിഹിതവും കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ ദരിദ്രർ വേണമെന്നാണോ? അങ്ങനെ ഈ സംസ്ഥാനത്തെ പിന്നിലേക്കാക്കിയാലേ നിങ്ങൾ തരുവുള്ളൂ എന്നാണോ? അങ്ങനെ അല്ലല്ലോ കേരളത്തിന് കേന്ദ്ര വിഹിതം കൂട്ടിക്കൊടുക്കേണ്ടത്. പല നല്ല കാര്യങ്ങളും ചെയ്തതിന് ഇവിടെ കേരളത്തിന് മാത്രമായൊരു പാക്കേജ് കൊടുക്കേണ്ടതിന് പകരം ഈ വിഹിതം കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാരലിനുള്ള ഡോളറിന്റെ വില കുറഞ്ഞപ്പോഴും കേന്ദ്ര സർക്കാർ ഇടപെടാതിരിക്കുന്നതിന് ന്യായീകരണമാകുമോ ശ്രീ KVS ഹരിദാസ്? ലാലേ, ഒന്നുകിൽ പറയാൻ അനുവദിക്കണം, മുഴുവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. 1.5 മിനിറ്റ് താങ്കളോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ 2 കാര്യങ്ങളാണ് എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ഷൈജിമോൻ തന്നെ പറഞ്ഞു, 13ാമത്തെ ധനകാര്യ കമ്മീഷനും 14ാമത്തെ ധനകാര്യ കമ്മീഷനും കേരളത്തിന് അനുവദിച്ച തുകയൊന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിന് എത്ര കോടിയുടെ വ്യത്യാസം കിട്ടിയിട്ടുണ്ട്, എത്ര ഇരട്ടിയായിട്ടുണ്ട് അതെന്ന്. ഒന്ന്, ഞാൻ കണക്കിലേക്ക് ഞാൻ വരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ കേന്ദ്ര പദ്ധതി, കേന്ദ്രത്തിന് കിട്ടിയ പണത്തിൽ ഒരു വലിയ വിഭാഗം, വലിയൊരു ശതമാനം കേരളത്തിനും കൊടുക്കാൻ തയ്യാറായിരുന്നില്ലേ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെ? ലാലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദിയെ കാണാൻ ചെന്ന സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നിങ്ങളുടെയും കൂടി വീടാണ്, എന്താവശ്യമുണ്ടെങ്കിലും വന്നോളൂ, സഹായിക്കാം. നിതിൻ ഗഡ്കരി ദേശീയപാതയുടെ വികസനത്തിൻ്റെ കാര്യത്തിന് ചർച്ച ചെയ്യാൻ ചെന്ന സമയത്ത് പറഞ്ഞത് എന്താ? നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ, 1000 കോടി ഉറപ്പിക്കാൻ ഞാൻ തരാം, ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. ഇവിടെ LNG പദ്ധതി വന്നു. പിണറായി നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ, അത് നടപ്പിലായാൽ കേരളത്തിന് ഒരു പ്രതിവർഷം കിട്ടാൻ പോകുന്ന 500-600 കോടി ഉറപ്പിക്കുകയാണ്. UDF ഗവൺമെൻറ് കാലത്ത് ഒരടി മുന്നോട്ട് പോയില്ല. അത് കഷ്ടിച്ച് ഉദ്യോഗമണ്ഡലം FACT വരെ വന്നു നിന്നു. ഇപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിലും ഈ ഗവൺമെൻറ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്, മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള ഏത് പദ്ധതിയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ലേ? പക്ഷെ നമ്മുടെ ഇവിടുത്തെ മുട്ടായുക്തി കൊണ്ടും നടപടിക്രമങ്ങളിലെ താമസം കൊണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല പലപ്പോഴും. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിലും നടപ്പിലാകുന്നില്ല. കേന്ദ്രത്തിൻ്റെ പദ്ധതിയല്ലേ അത്? കേരള സർക്കാരിൽ, ഇവിടുത്തെ ഹൗസിംഗ് ബോർഡും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമല്ലേ അത് നടപ്പിലാക്കുന്നേ? കേന്ദ്രമല്ലേ പണം കൊടുക്കുന്നേ അതിന് വേണ്ടിയിട്ട്? ദേശീയപാത പറഞ്ഞു വരുന്നത് എന്താണ് സാർ? ഞാൻ ഈ പറഞ്ഞ സമയത്തിൽ അധികം തന്നതുകൊണ്ടൊന്ന് ഇടപെടുകയാണ്. പറഞ്ഞു വരുന്നത് എന്താണ്? കേന്ദ്രം എല്ലാ പദ്ധതികളും ആലോചിച്ച് നടപ്പിലാക്കുന്നുണ്ട്. കേരളം ഇങ്ങനെ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? ഈ പണം, ടാക്സ് എല്ലാം കൂടി ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിന് കൂടുതൽ സ്ഥലം അനുവദിച്ചു കൊടുക്കൂ, പണം അനുവദിച്ചു കൊടുക്കൂ, കേന്ദ്രം അങ്ങ് ഭരിച്ചോളും എന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഇവിടെയുള്ള പല കാര്യങ്ങളിലും പദ്ധതികൾ യോജിക്കില്ല. ആ കാര്യം അറിയുന്നുണ്ടോ ശ്രീ KVS? ചാനലിൽ വന്നിട്ട് ഞാൻ പറയുന്നത് കരുതരുത്, അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് ലാല്, അതൊക്കെ ശരിയല്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, കേരളം എന്തെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് പ്രാവർത്തികമാവാത്തതിന് കാരണം ഇവിടത്തെ സാധാരണ നിലയ്ക്കുള്ള തടസ്സവാദങ്ങൾ കൊണ്ട് തന്നെയാണ്. ഗ്രാമീണ റോഡുകളുടെ വികസന പദ്ധതി കേരളത്തിൽ വേണ്ട വിധം ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് നല്ല അനുഭാവപൂർവമായ പരിഗണനയാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകിയത്. പക്ഷേ ഇവിടെ ഫൈനാൻസിങ് മോഡലിൽ ഒരു മാറ്റം വരുത്തി സെൻട്രൽ ഗവൺമെന്റ്. അരുൺ ജെയ്റ്റ്ലി മാറ്റം വരുത്തി എന്താന്ന് പറഞ്ഞാൽ, സ്റ്റേറ്റുകളുടെ കമ്പോണന്റ് ഷെയർ എന്ന് പറഞ്ഞൊരു സംഗതി വെച്ചു. ഇത് കാരണമാണ് ഇപ്പോൾ കേരളം പോലുള്ള സ്റ്റേറ്റുകൾക്ക് ആ കമ്പോണന്റ് ഷെയർ നൽകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്
പല പ്രോജക്റ്റുകളും സ്റ്റാളായത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് അത് വച്ചത്. കാരണം പല സ്റ്റേറ്റുകളും നൽകുന്ന പൈസ പൂർണ്ണമായിട്ട് ചിലവാക്കാതെ സ്റ്റേറ്റുകളുടെ എഫർട്ട് ഇല്ലാത്തത് കൊണ്ട് അത് അനാവശ്യമായിട്ട് ചിലവാക്കി കിടന്നെന്ന് ഒരു വാദം നിരത്തിക്കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് വെച്ച ഒരു ചേഞ്ചിങ് മോഡലാണ്. നമ്മൾ ഏത് പദ്ധതിക്കും ഹൈവേ ആയാലും റെയിൽവേ ആയാലും പദ്ധതിക്ക് പൈസ അനുവദിച്ചാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക കമ്പോണൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനെ സമയത്തോളം ഈ കേരള ഗവൺമെൻറ്റിനെ സമയത്തോളമുള്ള പ്രശ്നം അങ്ങനെയുള്ള എക്സ്ട്രാ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കിഫ്ബി പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അല്ലാതെ ബാക്കി പണം കൊടുത്തത് മുഴുവൻ ചെലവാക്കാത്തത് കൊണ്ട് മാത്രമല്ല. അപ്പോൾ ഒരു ഗവൺമെന്റും അങ്ങനെ മനഃപൂർവ്വം ചെലവാക്കാതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഈ കാര്യത്തിൽ കേന്ദ്രം എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ടല്ലോ എന്നൊരു വാദമാണ്. അപ്പോൾ ഈ പെട്രോളിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വാറ്റിൽ ഒരു ചെറിയ വർധനവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ചു കൊടുത്താൽ കാര്യങ്ങൾ ഭംഗിയായി എന്നായിരിക്കാം ശ്രീ KVS ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചർച്ച അതാണല്ലോ. അതുകൊണ്ട് സജീഷിനോടാണ് ചോദ്യം. അതായത് നമ്മളിവിടെ കാണേണ്ടത് ഇപ്പോ ശ്രീ ഷൈജു മോൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 1/4 പോലും കേരളത്തിൽ ലഭിക്കുന്നില്ല. പക്ഷേ ഗുജറാത്തുമായി താരതമ്യം ചെയ്താൽ അവിടെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ, കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ, ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, തൊഴിൽ നൽകുന്നുണ്ടോ, പൊതുമേഖലയുണ്ടോ, പൊതുവിതരണമുണ്ടോ? ഇതൊന്നുമില്ല. പക്ഷേ കേരളത്തിന്റെ വരുമാനത്തിന്റെ 40% പെട്രോളിയത്തിലൂടെയാണ് വരുന്നത്. ഇവിടെ അടിവരയിട്ടൊരു കാര്യം പറയേണ്ടതുണ്ട്. പറയുമ്പോൾ ചർച്ചയ്ക്ക് ഇടയിലൂടെ ചിലത് വായിച്ചു പോകും. കേട്ടാൽ തോന്നുക കേരളമോ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനമോ പെട്രോളിയത്തിന്റെ വില വർദ്ധിപ്പിച്ചു എന്നാണ്. 1 രൂപ പോലും നികുതിയിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു നിലപാടും രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനമോ കേരളമോ സ്വീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു, അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ സംസ്ഥാനത്തും ഒരുപോലെയാണ്. ഇപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് നികുതി നിയന്ത്രണമാകെ, നികുതി പിരിച്ചെടുക്കലാകെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വികസന പ്രവർത്തനങ്ങൾ പോലും സംസ്ഥാനങ്ങൾക്ക് നടത്താൻ കഴിയാത്ത രീതിയിൽ എല്ലാം കേന്ദ്രം ഏറ്റെടുക്കുകയാണ്. ഒരു കാര്യം കൂടി പറയണം. ശ്രീ ജ്യോതികുമാർ ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ട്. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സംശയപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം പിന്നെ കോൺഗ്രസിന്റെയും CPM-ന്റെയും നിലപാടുകളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരാളെ ഓർത്താൽ മതി എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അദ്ദേഹത്തെ പൊതുമേഖലയെ സംരക്ഷിച്ച നിലപാട്, പൊതുമേഖല ഇപ്പോൾ ഉണ്ടോ കോൺഗ്രസിന്റെ നയത്തിൽ? ചേരിചേരാ നയം ഇപ്പോൾ ഉണ്ടോ കോൺഗ്രസിന്റെ നയത്തിൽ? ഇസ്രായേലിനെ ഇപ്പം നരേന്ദ്രമോദി സ്വീകരിക്കുന്നു, അവിടെ നേരത്തെ കോൺഗ്രസും സ്വീകരിക്കുന്നു. അതാണ് കോൺഗ്രസിന്റെയും BJP-യുടെയും നയം ഒന്നാണ്. ഒരേ നയം നടപ്പിലാക്കുന്നു. ഇവിടെ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഉള്ള ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അറിയേണ്ടത് ഈ ക്രൂഡ് ഓയിൽ വില പകുതിയായപ്പോഴും ഇപ്പോഴും എന്തുകൊണ്ടാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു നിൽക്കുന്നത് എന്നതിന് സംസ്ഥാനത്തിന്റെ തലയിൽ ചാരിയാൽ തീരുമോ പ്രശ്നം? സാധാരണക്കാരന്റെ നടുവ് നൂരുമോ? അതുകൊണ്ട് ഇനി ചർച്ചയിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ദയവായി വളരെ ചുരുക്കി ചർച്ചയുടെ ഫോക്കസിലേക്ക് അതിഥികൾ എത്തണം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കാര്യത്തിൽ നോക്കുക, കേന്ദ്ര സർക്കാർ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? നയം നിങ്ങളുടേത് തന്നെ എന്ന വിമർശനം മറ്റുള്ളവർ ഉയർത്തുമ്പോഴും പല കാര്യങ്ങളിലും സുതാര്യതയില്ല. ബഡ്ജറ്റിൽ പോലും കാര്യങ്ങൾ വ്യക്തമല്ല എന്ന വിമർശനമുണ്ട്. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ. ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് ഇഞ്ചിഞ്ചായി പോകുമ്പോൾ ആർക്കും അനുഭവിക്കാൻ അറിയുന്നില്ല. ആളുകളുടെ ചുമലിൽ ഈ വരുന്ന ഭാരം അവർ അറിയുന്നില്ല എന്നുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ അവർ അനുഭവിക്കേണ്ട ഒരു ഘട്ടം എത്തിയപ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിൽ കോൺഗ്രസ് എന്ത് നയമാണ് ഇപ്പോൾ എടുത്തത് എന്ന SK സജീഷിനെ പോലുള്ളവരുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. നിങ്ങൾ BJP-യുടെ നയത്തെ പിന്തുണയ്ക്കുന്നത് പോലെയുള്ള വാക്കുകൾ ഉണ്ടോ പ്രതികരണങ്ങളിൽ എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. ലാലെ, കോൺഗ്രസിന് ബദലാരാണെന്നും BJP-ക്ക് ബദലാരാണെന്നും ഒക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ ഒരു സംസ്ഥാനത്ത് മാത്രം, ഇപ്പോൾ ത്രിപുരയും പോകാൻ പോവുക, അപ്പുറത്ത് പിന്നെ ബംഗാൾ അന്നേ പോയി. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു കേരള സംസ്ഥാനത്തെ ഒരു യുവ നേതാവ്
അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കോൺഗ്രസ് തന്നെയാണ് അടുത്ത ബദൽ എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ ദേശീയ നേതൃത്വം കോൺഗ്രസിന്റെ പുറകെ നടക്കുന്നത്. നിങ്ങളുടെ ദേശീയ നിർത്തി ഞാൻ പറയട്ടെ. നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്, നിങ്ങളുടെ ദേശീയ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ കോൺഗ്രസിന്റെ വോട്ട് മേടിക്കണോ വേണ്ടെന്നുള്ളതായിരുന്നു നിങ്ങളുടെ തർക്കം. ഇപ്പൊ ഞങ്ങളോടൊപ്പം ചേരണം എന്നുള്ളതാണ് നിങ്ങളുടെ തർക്കം. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, ഡിബേറ്റ് ചെയ്യാം. മറ്റൊന്ന്, ഇവിടെ കേരളത്തിലേക്കുള്ള ടാക്സ് വേണ്ടെന്നൊക്കെ പറഞ്ഞു. കേന്ദ്രത്തിൽ ഇത്തരത്തിൽ റേറ്റ് കൂട്ടുമ്പോൾ ടാക്സ് വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഏക മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിന്റെ വിഹിതം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആണത്തുണ്ടെങ്കിൽ CPM-ന്റെ നേതൃത്വം പറയട്ടെ, ഞങ്ങൾക്ക് ടാക്സ് വേണ്ടെന്ന് പറയാൻ കഴിയുമോ? പറയത്തില്ല. ഞാൻ പറയട്ടെ, അവസാനിപ്പിക്കുകയാണ്. പറ്റത്തില്ല. ലാൽ അങ്ങനെ ഇടപെടുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എനിക്ക് താല്പര്യമില്ല, എന്നെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, എനിക്ക് മാത്രം സമയം കുറയണ്ടല്ലോ. ഓരോ ദിവസവും ഇവിടെ പെട്രോളിന്റെ വില കഴിഞ്ഞ 2017 ഓഗസ്റ്റ് 16 ശേഷം എല്ലാ ദിവസവും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1 രൂപ 1 പൈസ മുതൽ 15 പൈസ വരെ കൂട്ടി പരുവത്തിലെത്തി. അപ്പോൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനികളെല്ലാം കൂടി ലാഭവിഹിതം തന്നെ 44,637 രൂപ സർക്കാരിന്റെ ലാഭവിഹിതം അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സർക്കാരിന്, അതായത് സാധാരണക്കാരന് കിട്ടേണ്ട പൈസ ഇത് നഷ്ടവും ലാഭവും ഇല്ലാതെ ഇത് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് സംശയം. പെട്ടെന്ന് ലാലെ ഞാൻ പറയാൻ സമ്മതിക്കണം, അനാവശ്യമായി ഇടപെടരുത്. പറഞ്ഞു തീരട്ടെ, എനിക്ക് സംസാരിക്കാൻ സമയം തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ ലാഭവിഹിതത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ലാഭവിഹിതം ക്രൂഡ് ഓയിലിന്റെ റേറ്റ് കൂടിയാൽ പോലും ആ പ്രയോജനം സാധാരണക്കാർക്ക് കിട്ടാതെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും സർക്കാരുകൾ ഇത് കൊണ്ടുപോകുന്നു. 19 സ്റ്റേറ്റിൽ അടിക്കാനാണ് കോൺഗ്രസിന് ശക്തമായ സമരം നടത്താൻ പറ്റാത്തതെന്ന വാദമാണുള്ളത്. ശ്രീ സജീഷ്, നിങ്ങൾ എന്തുകൊണ്ട് ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാൻ ഈ കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ? കേരളം അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ? ആദ്യം GST വന്നപ്പോ കേരളത്തിലെ പിന്നീട് ഏത് ഘട്ടത്തിലാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നികുതി കൂട്ടിയതല്ല, എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചതാണ് എന്ന് ഒന്ന് ആദ്യം മനസ്സിലാക്കണം. നികുതി എത്രയാണ് ഇപ്പോ പിരിച്ച് കോർപ്പറേറ്റുകൾ? ഞാൻ പറയട്ടെ ശ്രീ ജ്യോതികുമാർ, ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. നികുതി പിരിച്ച് കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന നയം കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇങ്ങനെ ഇടപെടുന്ന രീതി താങ്കളുടെ സ്ഥിരം ശൈലിയാണിത്. പറഞ്ഞോളൂ സജീഷ്, പറഞ്ഞോളൂ. നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത്? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. നികുതി പിരിച്ച് കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന നിലപാടാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുന്നത്. കിട്ടുന്ന പങ്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന നിലപാടാണ് ഈ കേരളം ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുന്നത്. പണ്ട് കോൺഗ്രസ് സ്വീകരിച്ച അതേ നിലപാടാണ് ഇപ്പൊ BJP-യും സ്വീകരിക്കുന്നത്. ഇത് രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ? നിങ്ങളുടെ ധനകാര്യമന്ത്രിയുടെ വിഹിതം വേണ്ട തീരുമാനിക്കാൻ രാജ്യം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ മേടിച്ചിട്ടും നിങ്ങൾക്ക് കഴിയുന്നില്ല. താങ്കൾ ചോദിക്കുന്ന ഈ സർക്കാരിന് ആണത്തമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമല്ല സംസ്ഥാന സർക്കാരോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ BJP-ക്ക് ബദലാണെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ചോദിക്കണം, ഈ ബാരലിന് പകുതിയായിട്ടും എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല? കേന്ദ്രത്തോട് ചോദിക്കണം. സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം വാദിക്കണം ജ്യോതികുമാറിനെ പോലുള്ളവർ. അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നയമാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിനകത്ത് മാറുന്നത് അത് കാണാൻ കഴിയണ്ടേ? ഇവിടെ GST-യുടെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. രാജ്യത്തെ മുഴുവൻ ധനകാര്യമന്ത്രിമാരും GST-യിൽ ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തിട്ടുണ്ട്. ബിജെപിയുടെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. അവർ GST-യിലേക്ക് വരികയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും ഉൾപ്പെടുത്തണമെന്ന് തീർച്ചയായിട്ടും ശ്രീ KVS ഹരിദാസ്, താങ്കൾക്ക് കൂടി അവസാനത്തെ കുറച്ച് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, സംസ്ഥാനത്തിന്റെ നിലയിലേക്ക് താങ്കൾ എന്തായാലും ഇതുവരെ താങ്കളുടെ വാദം കൊണ്ടുപോയില്ല. അത് വളരെ മാന്യമായൊരു സമീപനമാണ്. അത് സംസ്ഥാനത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടാണോ, സാമ്പത്തിക ശാസ്ത്രം കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രം എന്ത് നടപടി എടുക്കണം എന്ന് താങ്കൾ ആദ്യം പറഞ്ഞ ആഗ്രഹമുണ്ടല്ലോ, അതിലേക്ക് ഊന്നിക്കൊണ്ട് കേന്ദ്രം എന്താണ് ചെയ്യേണ്ടത് സാധാരണ ജനത്തിന്റെ തലയിൽ നിൽക്കുമ്പോൾ? ഒരു ഘട്ടത്തില് കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറച്ചു.
എന്നിട്ട് സംസ്ഥാന സർക്കാരുകളോടുകൂടി അത്തരത്തിലൊരു നിലപാട് എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും അന്ന് നികുതി കുറയ്ക്കാൻ തയ്യാറായി. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന അതല്ലല്ലോ സാർ, ആ നികുതിയുടെ കാര്യം കളയും. നികുതി എടുത്തോട്ടെ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നികുതിയുടെ കാര്യത്തിൽ അല്ല കുറയ്ക്കൽ വരുത്തേണ്ടത്. അത് രാജ്യത്തെ വികസനത്തിന് ആവശ്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ നികുതിയുടെ കാര്യമല്ല എന്റെ ചോദ്യം. ഈ ബാരലിന്, ഒരു ബാരൽ പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് 56 ചില്ലറ ഡോളറാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ. അത് മുമ്പുള്ളതിന്റെ പകുതിയാണ്. അപ്പോഴും അതിന്റെ റിഫ്ലക്ഷൻ എന്തുകൊണ്ട് വിലയിൽ വരുന്നില്ല? ആ കാര്യത്തിൽ എന്തുണ്ട് താങ്കൾക്ക് പറയാൻ? ലാലെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ ഈ ചർച്ചയുടെ ആദ്യം തന്നെ സൂചിപ്പിച്ചത് എന്താ? ആവശ്യമായ ഇക്കാര്യത്തിലുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കണം. അത് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന മാത്രമേ ഉള്ളൂ. കുറച്ചല്ലോ എന്നുള്ളത് നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ അതല്ല വേണ്ടത്. ഈ കാര്യത്തിൽ രാജ്യത്തെ സർക്കാർ ഉടനെ ഇടപെടണം. ഈ മാർക്കറ്റാണ് ഇന്ധന വില നിർണ്ണയിക്കുന്നത് എന്നൊരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ആ കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ ഡോളർ പണ്ടുള്ളതിനേക്കാൾ പകുതിയിലായിട്ടുണ്ട് ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ബാരൽ വില എങ്കിൽ ആ നിലയിലേക്ക് സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് എത്തണം ഇന്ധന വിലയുമായി. എന്നാൽ മാത്രമേ ഇവിടുത്തെ അരിക്കും ഉപ്പിനും ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധാരണക്കാരൻ്റെ എല്ലാ സാധനങ്ങൾക്കും വില കുറഞ്ഞു കിട്ടുകയുള്ളൂ. KSRTCയെ പോലും ബാധിക്കുന്ന ആ പ്രശ്നത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. അതിലേക്ക് എന്നാണ് എത്തുക? ബഡ്ജറ്റ് ദിനം വരെ കാത്തിരിക്കണമോ അതോ അതിലും രഹസ്യമായിരിക്കുമോ? കാത്തിരിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KVS ഹരിദാസ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ SK സജീഷ്, ഡോക്ടർ ഷൈജു.